മഴത്തോട് മുമ്പിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മനു ആണെങ്കിൽ അലീനയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ അലീന ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും നോക്കിയും വെക്കുകയൊന്നും വേണ്ട മനുവേട്ടാ. ഞാനിവിടെ ആണെങ്കിൽ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകുന്ന എനിക്കും ഒരു പേടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മനു പറയുന്നത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരട്ടെ, ഒരു താലിമാലയും ഒരു സാരിയുടെയും ഇതല്ലേ ഉള്ളൂ, ഞാൻ വന്ന് നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിലും മനുവിനാണെങ്കിൽ നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ സമയമാവട്ടെ, സമയമാകുമ്പോൾ ഞാൻ പറയാം മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അവതക്കുട്ടി ചായനാണെങ്കിൽ പോകാൻ പോവാട്ടോ വീട്ടിലേക്ക്. ആ സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട്, ഇപ്പം തന്നെ അപ്പച്ചന് പോകണം, ഒന്നാമതേ പപ്പയും ഞാനും തമ്മിൽ മിണ്ടത്തില്ല, വഴക്കാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ അപ്പച്ചനും കൂടെ പോയി കഴിയുമ്പോൾ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, ഇല്ല മോളെ, എനിക്ക് കുറച്ച് ജോലിയൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അലീനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മനു ആണെങ്കിൽ വൈജയന്തിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഖമാണോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, ഓ എങ്ങനെ സുഖം വരാനാ, എൻ്റെ സമാധാനം മൊത്തം കളഞ്ഞിട്ടല്ലേ ഒരുത്തി ഇവിടുന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാ അങ്ങനെ പറയുന്നത്, ഇപ്പം ആൻറ്റിയുടെ അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാ ആൻറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ മനു, എന്താ കാര്യം അറിയാമെന്നാ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ആൻറ്റിയുടെ പാസ്റ്റൊക്കെ അവർക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ആൻറ്റി അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്ത് പാസ്റ്റാ മനു എന്നൊക്കെ. ഇപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ മറന്നിരിക്കുകയാണോ എന്താ, വൈജയന്തിയുടെ പഴയ പാസ്റ്റും അലീനായി പ്രസവിച്ച കാര്യമൊക്കെ മൊത്തത്തിൽ നമ്മളെ വൈജയന്തി മറന്നിരിക്കുകയാണോ എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളെ മനു പറയുന്നത്, എന്തായാലും അലീനെ ഒരിക്കലും ആൻറ്റിക്കാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.